എല്ലാ കുട്ടികൾക്കും NR അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നു മുതലാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ക്ലാസ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി കുറേ ചാപ്റ്റേഴ്സ്, 2 ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് കുറേ ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. എന്നാൽ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ചില ചാപ്റ്റേഴ്സ് ചിലപ്പോൾ ഒഴിവാക്കിയിരിക്കാം. എങ്കിലും ആദ്യ ഭാഗങ്ങളൊന്നും ഒഴിവാക്കുകയില്ല. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് നമ്മളിപ്പോൾ NCERTയിൽ തന്നിരിക്കുന്ന അതേ ഓർഡറിൽ പഠിക്കുക. ഇനിയിപ്പോൾ പാഠഭാഗങ്ങൾ ചിലത് ഒഴിവാക്കുകയാണെങ്കിൽ അത് അടുത്ത കൊല്ലത്തേക്ക് ആവശ്യമില്ല എങ്കിൽ മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അത് ക്ലാസ് എടുക്കണം. ഇല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതേണ്ടതല്ലേ. അപ്പോൾ അന്നേരം നമുക്ക് എൻട്രൻസ് പരീക്ഷ മാത്രമല്ല ബോർഡ് എക്സാമിനായാലും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ഞാൻ ഒരു സാമ്പിൾ ക്ലാസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പാഠത്തിൽ മോൾ എന്ന സങ്കല്പം ഒരു 4-5 പേജുകൾ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. ആ മോൾ എന്ന സങ്കല്പം നമുക്കറിഞ്ഞാലേ ഈ ആദ്യ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ് ഔദ്യോഗികമായിട്ട് അതേ ഓർഡറിൽ തരും. അതായത് നേരത്തെ സാമ്പിൾ വീഡിയോ കണ്ടവർക്ക് ആ സാമ്പിൾ വീഡിയോ ഉൾപ്പെടെ ആ സാമ്പിൾ വീഡിയോ യഥാർത്ഥ ക്ലാസ്സാക്കി മാറ്റിയിട്ട് അതിനിടയിൽ തരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശരിക്കും ശ്രദ്ധിക്കുക. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യ ഭാഗം പരീക്ഷയ്ക്ക്, അതായത് ബോർഡ് എക്സാമിന് അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളല്ല. പക്ഷെ എന്നാലും നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരി അത് നമുക്ക് മനസ്സിലായില്ല എന്നൊക്കെ വിചാരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഭാഗം പറഞ്ഞിരുന്നത്. ഓക്കെ, ഞാൻ ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ള വെച്ചാൽ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെയല്ല 11ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത്. മനസ്സിലായോ? 10ാം ക്ലാസ്സിൽ നമ്മൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ടൊക്കെ പഠിക്കും. പക്ഷേ 11ാം ക്ലാസ്സിൽ അങ്ങനെയല്ല. മനസ്സിലായോ? 11ാം ക്ലാസ്സിൽ നമ്മൾ ആ സബ്ജക്റ്റാണ് പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല 10ാം ക്ലാസ്സിലാണെങ്കിൽ ആ പുസ്തകത്തിലുള്ള ആ ചോദ്യങ്ങൾ മാത്രമേ വരൂ. ഇതങ്ങനെയല്ല. മാത്രമല്ല നിങ്ങൾ പറയാനുള്ളത് വെച്ചാൽ എല്ലാ IITയും അതുപോലെ തന്നെ മെഡിക്കൽ ഇപ്പോൾ ഒരൊറ്റ പരീക്ഷയിൽ നീറ്റ് മാത്രം, ഏത് കോഴ്സിലേക്കായാലും. അപ്പോൾ ഈ പരീക്ഷകളൊക്കെ നമ്മൾ അടുത്ത കൊല്ലം എഴുതേണ്ടതാണ്. മനസ്സിലായോ? അപ്പോൾ എഴുതുമ്പോൾ എല്ലാറ്റിനും ഒരു ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ. അതേതാ ടെക്സ്റ്റ്? NCERT ടെക്സ്റ്റ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അതിലെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി നിങ്ങൾ പോവുക. ഓക്കെ, എല്ലാവർക്കും നല്ലതായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, യെസ്, ശ്രദ്ധിക്കുക. പാഠത്തിൻ്റെ പേരെന്താണ്? സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് എന്നൊക്കെ ഉണ്ടാവും ചില കുട്ടികൾക്ക്. ചില മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് എന്ത് വിചാരം ഉണ്ടാവും? ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ലേ? നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കുകയേ വേണ്ട. ടെക്നിക്കൽ ടേം ഒക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് മിക്കവാറും മലയാളം മീഡിയത്തിൽ ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. ഓക്കെ, ആരും പേടിക്കണ്ട, നല്ലതായി പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ആ മാറ്റർ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? മിക്സറും പ്യുവർ സബ്സ്റ്റൻസും. മിക്സർ എന്ന് പറഞ്ഞാൽ മിശ്രിതം, സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പദാർത്ഥം. അപ്പോൾ ശുദ്ധമായ പദാർത്ഥം. മലയാളം മീഡിയത്തിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ട അങ്ങനെ പറയുന്നു കേട്ടോ, പ്യുവർ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ മിക്സർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താ മിക്സർ? 2 or 3 കൂടി ചേർന്ന സാധനത്തിനല്ലേ മിക്സർ എന്ന് പറയല്, അല്ലേ? ആണ്. അപ്പോൾ അങ്ങനെ 2 or 3 കൂടി ചേർന്ന സാധനത്തിന് മിക്സർ എന്ന് പറയും. ആ മിക്സർ 2 തരത്തിലുണ്ട്: ഹോമോജീനസ് മിക്സറും ഹെട്രോജീനസ് മിക്സറും. ഇപ്പം നമ്മൾ കുറച്ച് പഞ്ചസാര വെള്ളത്തിൽ കലക്കി, എന്നിട്ട് പഞ്ചസാരയുടെ സൊല്യൂഷൻ ഉണ്ടാക്കി, ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി. ഇനി അതിനുശേഷം നിങ്ങൾക്ക് അതിനെ ഒരു മെഷീനിലിട്ടിട്ട് ആ പഞ്ചസാരയെയും വെള്ളത്തിനെയും നിങ്ങൾക്ക് തന്നെ സ്വന്തമായി വേർതിരിക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഹോമോജീനസ് ആയി. അതായത് എല്ലാ ഭാഗത്തും ഒരേപോലെ കോമ്പോസിഷൻ. മനസ്സിലായോ? അപ്പോൾ അത് ഹോമോജീനസ് ആയി. ക്ലിയർ? ഇനി അപ്പോൾ ഷുഗർ സൊല്യൂഷൻ വേണമെങ്കിൽ ഉപ്പ്, സോഡിയം ക്ലോറൈഡ് അല്ലെ സോൾട്ട് സൊല്യൂഷൻ, ഓക്കെ, അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്തായിട്ട് എടുക്കാം?
ഹോമോജീനസ് സൊല്യൂഷനാക്കി എടുക്കാം. അതുപോലെ തന്നെ ഹോമോജീനസ് മിക്സറാക്കി എടുക്കാം. അതുപോലെ എയറിൽ എന്തൊക്കെയുണ്ട്? എയറിൽ പ്രധാനമായിട്ടുള്ളത്? നൈട്രജൻ ഇല്ലേ, ഓക്സിജൻ ഇല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ, വാട്ടർ വേപ്പർ ഇല്ലേ, അങ്ങനെ പല ഓക്സൈഡുകളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം നമുക്കിപ്പോൾ ഇത് കണ്ടോ എയർ, ഇതിൽ നിങ്ങൾക്ക് ആർക്കും ഒന്നിനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ ഒരു പെട്ടെന്നുള്ള മെത്തേഡ് കൊണ്ടൊന്നും വേർതിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്താണ്? ഹോമോജീനസ് ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഹെട്രോജീനസ് മിക്സർ. ഹെട്രോജീനസ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ ഹെട്രോജീനസ് മിക്സർ നോക്കുക. യെസ്, ഇവിടെ നോക്കിയേ. ഹെട്രോജീനസ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെയുണ്ട്. എന്താണ് ഹെട്രോജീനസ് എന്ന് പറഞ്ഞാൽ? അതിന് ഒരു പെർഫെക്റ്റ് ബൗണ്ടറി ഉണ്ടാവും. മനസ്സിലായോ? സാധാരണ നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിൽ പറയുമ്പോൾ ഒരു മീഡിയം ഫേസ് ഉണ്ടാവും എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ഞാനിപ്പോൾ പറയണില്ല. ഇപ്പോൾ സോഡിയം ക്ലോറൈഡും ഷുഗറും മിക്സാക്കി, സോഡിയം ക്ലോറൈഡും ഷുഗറും ഉപ്പും പഞ്ചസാരയും മിക്സാക്കി വെച്ച് നന്നായി മിക്സാക്കി ആ മിശ്രിതം എന്താണ്? എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കുമോ? ഇല്ല. അപ്പോൾ അതെന്താണ്? ഹെട്രോജീനസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഹോമോജീനസ് മിക്സറും ഹെട്രോജീനസ് മിക്സറും ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ഞാൻ നിങ്ങൾ പറഞ്ഞു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോജീനസ് ഹെട്രോജീനസ് മിക്സർ എന്നൊന്നും പരീക്ഷ ചോദിക്കില്ല, കിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും എന്താണ് ഒരു മിക്സർ എത്ര തരത്തിലുണ്ട്? ഹോമോജീനസും ഹെട്രോജീനസും. അതേപോലെ തന്നെ പ്യുവർ സബ്സ്റ്റൻസ്. പ്യുവർ സബ്സ്റ്റൻസ് പറഞ്ഞാൽ പ്യുവർ എന്ന് പറഞ്ഞാൽ ശുദ്ധം, ഇപ്പോൾ ശുദ്ധമായ പദാർത്ഥം. അത് രണ്ട് തരത്തിലുണ്ട്, എലമെൻറ്റും കോമ്പൗണ്ടും. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ മലയാളം എടുത്ത് പഠിച്ചൊരു മൂലകം, കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സംയുക്തം. ഓക്കെ, അപ്പോൾ എലമെൻറ്റും ഉണ്ട് കോമ്പൗണ്ടും ഉണ്ട്. എലമെൻറ്റ് നിങ്ങൾക്കറിയാലോ, എന്താ എലമെൻറ്റ്? സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ സെയിം കൈൻഡ് ഓഫ് ആറ്റംസ്. എന്താ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ സെയിം കൈൻഡ് ഓഫ് ആറ്റം എന്ന് പറഞ്ഞ അർത്ഥം? ഒരേ ഇനം ആറ്റങ്ങളുള്ള പദാർത്ഥം. മനസ്സിലായില്ലേ? അതിനെ എന്ത് വിളിക്കുക? എലമെൻറ്റ്. ക്ലിയർ? ഇനി ഞാൻ സബ്സ്റ്റൻസിനെ പറയൂ, ഇത് പദാർത്ഥം എന്ന് പറയില്ല കേട്ടോ. അപ്പോൾ ഒരേ ഇനം ആറ്റങ്ങളുള്ള സബ്സ്റ്റൻസിനെ എന്ത് വിളിക്കും? എലമെൻ്റ് എന്ന് വിളിക്കും. ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, ഇതൊക്കെ എന്താണ്? എലമെൻ്റാണ്. ഇനി അതേ സമയത്ത് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാലോ? വ്യത്യസ്ത ഇനം മാറ്റങ്ങളുള്ള സബ്സ്റ്റൻസ്. വ്യത്യസ്ത ഇനം മാറ്റങ്ങളുള്ള സബ്സ്റ്റൻസ് അതിനെന്ത് വിളിക്കും? കോമ്പൗണ്ട്. എ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ്. എ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ്. അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് എന്ത് വിളിക്കും? കോമ്പൗണ്ട്. ഇപ്പം നമുക്കറിയാലോ വെള്ളം, വാട്ടറിൽ എന്താ ഉള്ളത്? വാട്ടറിൻ്റെ ഫോമിൽ എന്താണ്? H2O. അപ്പോൾ അതിൽ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട് അല്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താ ഫോമുല? H2O2. എന്താ ഫോമുല? H2O2. അതിൽ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ ഏതൊക്കെയുണ്ട്? കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. കാർബൺ മോണോക്സൈഡ് CO, അതിൽ കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അങ്ങനെ പല കോമ്പൗണ്ട് നമുക്കറിയാലോ. അപ്പോൾ കോമ്പൗണ്ടും ഉണ്ട്. ഇത്രയും മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മൾ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? മാറ്റർ എന്ന് പറയുന്നതിനെ രണ്ടായി തരംതിരിക്കാം, മിക്സറും പ്യുവർ സബ്സ്റ്റൻസും. മിക്സറിനെ രണ്ടായി തിരിക്കാം, ഹോമോജീനസ് മിക്സറും ഹെട്രോജീനസ് മിക്സറും. പഠിച്ചില്ലേ? അതേപോലെ തന്നെ പ്യുവർ സബ്സ്റ്റൻസിനെ രണ്ടായി തരംതിരിക്കാം. എന്തൊക്കെയാണ്? എലമെൻറ്റും കോമ്പൗണ്ടും. ഒരേ ഇനം മാറ്റങ്ങളുള്ള സബ്സ്റ്റൻസിനെ എലമെൻ്റ് എന്നും വ്യത്യസ്ത ഇനം മാറ്റങ്ങളുള്ള സബ്സ്റ്റൻസിനെ കോമ്പൗണ്ട് എന്നും വിളിക്കും. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. പിന്നെ മക്കളെ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതൊക്കെ തരുന്ന ക്ലാസ് നിങ്ങൾക്ക് പിറകോട്ടടിച്ച് കാണാം. മനസ്സിലായോ? ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടെ വേണം കാണാം. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത് പറയില്ല, കേട്ടില്ലേ? അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. ഓക്കെ, ക്ലിയർ? ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ സ്വഭാവങ്ങൾ. അത് രണ്ട് തരത്തിലുണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഭൗതികം അല്ലേ? കെമിക്കൽ എന്ന് പറഞ്ഞാൽ രാസപരം. എന്താ, എനിക്ക് ശരിക്കും മലയാളം വാക്ക് കിട്ടുന്നില്ല, എന്നാലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ? മനസ്സിലായോ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്നറിയോ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ എഴുതി വെച്ചത് എന്നാണ് മനസ്സിലായോ? ദോസ് പ്രോപ്പർട്ടീസ് which can be measured or observed without changing the identity or the composition of the substance. Identity or composition of the substance. എന്താണ്? ഒരു സ്വഭാവം, ആ സ്വഭാവം നമുക്ക് എന്ത് ചെയ്യാന്ന് മെഷർ ചെയ്യാം, അളക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ പറ്റും, നിരീക്ഷിക്കാൻ പറ്റും. മനസ്സിലായോ? വിത്തൗട്ട് ചേഞ്ചിങ് ദി ഐഡൻറ്റിറ്റി. അതിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലായോ?
അതിൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലേ അത് നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ഒന്നും നഷ്ടപ്പെടാതെ, മനസ്സിലായോ? അങ്ങനെയുള്ള പ്രോപ്പർട്ടി എന്ന് വിളിക്കും ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഫിസിക്സിൽ ഒരു ടോപ്പിക് തന്നെ ഉണ്ട്, ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് ജസ്റ്റ് നമ്മൾ പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങളായി ചോദിക്കില്ല, എന്നാലും നിങ്ങൾ പുസ്തകങ്ങൾ 1 by 1 ആയി വായിക്കുന്നവരായിരിക്കും ആദ്യം. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഡെപ്ത് നോക്കി പഠിക്കും. കേട്ടില്ലേ? അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിൽ എഴുതിയെടുക്കാം. എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദി ഐഡൻറ്റിറ്റി ഓർ ദി കോമ്പോസിഷൻ ഓഫ് ദി സബ്സ്റ്റൻസ്. ക്ലിയർ ആയല്ലോ? ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കറിയില്ലേ എന്താണ്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് എക്സാമ്പിൾ പറയണോ? എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടി? മെൽറ്റിംഗ് പോയിന്റ്. എന്താ മെൽറ്റിംഗ് പോയിന്റ്? ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്ര? 0 ഡിഗ്രി സെൽഷ്യസ്. മനസ്സിലായോ? ഓക്കെ, ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രി, അത് ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലേ? അതെ. പിന്നെയോ അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് പ്രോപ്പർട്ടിയാണ്? പറ, ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. ക്ലിയർ ആയില്ലേ? ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ്. ദി പ്രോപ്പർട്ടീസ് വിച്ച് റിക്വയർ എ കെമിക്കൽ ചേഞ്ച് ടു ഒക്കർ. കേട്ടോ? കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ദി പ്രോപ്പർട്ടി വിച്ച് റിക്വയർ എ കെമിക്കൽ ചേഞ്ച് ടു ഒക്കർ. ഒരു കെമിക്കൽ ചേഞ്ച് നടക്കണം, എന്നാലേ ആ പ്രോപ്പർട്ടിക്ക് ആവശ്യം ഒരു കെമിക്കൽ ചേഞ്ചാണ്. ഇപ്പോൾ കാൽസ്യം കാർബണേറ്റ് CaCO3 അത് എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. മനസ്സിലായോ? ആക്ഷൻ ഓഫ് ഹീറ്റ്, ചൂടാക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. CaCO3 gives CaO plus CO2. അതെന്ത് പ്രോപ്പർട്ടിയാണ്? അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി മനസ്സിലായില്ലേ? ഇപ്പോൾ കളർ എന്ത് പ്രോപ്പർട്ടിയാണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലേ? കളർ ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലേ? അതേസമയത്ത് ദി പ്രോപ്പർട്ടീസ് വിച്ച് റിക്വയർ എ കെമിക്കൽ ചേഞ്ച് ടു ഒക്കർ. മനസ്സിലായോ? ഒരു പ്രോപ്പർട്ടി കെമിക്കൽ പ്രോപ്പർട്ടി ആവണമെങ്കിൽ അതിനെന്താ ആവശ്യം? ഒരു കെമിക്കൽ ചേഞ്ച് ആവശ്യമാണ്. എങ്കിൽ അതിനെ എന്ത് വിളിക്കും? കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. ഓക്കെ, ഇനി നമ്മൾ ടെമ്പറേച്ചർ സാധാരണ നമ്മൾ മെഷർ ചെയ്യുക ഏതിലാണ്? ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. ടെമ്പറേച്ചർ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആണ് ടെമ്പറേച്ചർ. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് നമ്മൾ ഒന്നുകിൽ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ കെൽവിലാണ്. വേണമെങ്കിൽ ഫാരൻഹീറ്റ് ഉപയോഗിക്കാം. മനസ്സിലായോ? ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ചെറിയ ക്ലാസ്സിലേ പഠിച്ചാണ്. ഓർമ്മയില്ലേ? വെറുതെ ഇപ്പോൾ അപ്ലൈ ചെയ്യാനൊന്നുമില്ല. നമുക്ക് എവിടെയും കെമിസ്ട്രിയിൽ ഡിഗ്രി ഫാരൻഹീറ്റ് ആവശ്യമില്ല. കേട്ടില്ലേ? അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഇനി ഡിഗ്രി കെൽവിനോ? ഡിഗ്രി കെൽവിൻ ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. 273 അല്ലേ മക്കളെ? പക്ഷേ 273.15 യഥാർത്ഥത്തിൽ ആ ടെമ്പറേച്ചർ. കേട്ടോ? അപ്പോൾ ഡിഗ്രി കെൽവിൻ ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. എവിടെയെങ്കിലും ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുക. കേട്ടോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ ഇനി ഞാൻ ചെറിയൊരു പോയിൻ്റും കൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. മാസ് ആൻഡ് വെയ്റ്റ്. എന്താ മാസ് പറഞ്ഞാൽ? ബോർഡിൽ എഴുതിയൊന്ന് ശരിക്കും നോക്കിയിട്ടൊന്ന് എഴുതിയെടുത്തേ. എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ എമൗണ്ട്, അളവ്. മനസ്സിലായില്ലേ? മാറ്ററിൻ്റെ എമൗണ്ട്. അതിനെന്ത് വിളിക്കും? മാസ് എന്ന് വിളിക്കും. എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്, അതിനെന്ത് വിളിക്കും? മാസ്. ക്ലിയർ ആയില്ലേ? എന്നാൽ മാസും വെയ്റ്റും കെമിസ്ട്രിയിൽ ഒരേപോലെ ഉപയോഗിക്കാറുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും വെയ്റ്റിൻ്റെ ഫിസിക്സിലെ മീനിങ് എന്താണ്? ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ എൻ ഒബ്ജക്റ്റ്. വെയ്റ്റ് അല്ലേ? എന്താ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ? ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ എൻ ഒബ്ജക്റ്റ്, അതിനെന്ത് വിളിക്കും? വെയ്റ്റ്. പഠിച്ചില്ലേ? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ എൻ ഒബ്ജക്റ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത് രണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. മാസും വെയ്റ്റും. ഇനി നമ്മൾ എന്താ പറയുക? SI യൂണിറ്റിൽ ഉപയോഗിക്കൽ
അല്ലേ? SI യൂണിറ്റ് ഉപയോഗിക്കൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് ഏത്? SI യൂണിറ്റ്. അപ്പം നമ്മൾ മാസ് ഏതിലാണ്? കിലോഗ്രാമിൽ അല്ലേ? അല്ലേ? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാം ആണല്ലോ. അതേപോലെ തന്നെ യെസ്, നമുക്ക് വോളിയം, വ്യാപ്തമില്ലേ? വ്യാപ്തം നമ്മൾ ഏതിലാന്ന് മെഷർ ചെയ്യുക? ലിറ്റർ മനസ്സിലായത്? ലിറ്റർ. അങ്ങനെ കുറച്ച് യൂണിറ്റുകളൊക്കെ, അതൊക്കെ നമ്മളിപ്പം ഏത് മോൾ കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ കുറച്ചൊക്കെ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് സയൻറ്റിഫിക് നൊട്ടേഷൻ. എന്താണ് സയൻറ്റിഫിക് നൊട്ടേഷൻ? ഒരു ചെറിയ ടേമാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ. ചെറിയ സിമ്പിൾ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ ഒരു നമ്പർ യെസ് 1520 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 1520 ഇവിടെ അല്ലേ മക്കളെ ഡെസിമൽ പോയിന്റ്? നമ്മളെങ്ങനെ അറിയാം സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ? സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന ടേം അനുസരിച്ച് ഒരു സംഖ്യയെ നമ്മൾ എഴുതുമ്പോൾ ആ ഡെസിബലിന് മുമ്പേ ഒറ്റ നമ്പറേ ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കി 10⁻² എന്ന് പറഞ്ഞ് എഴുതണം. അതാണ് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 1520 ഇവിടെ അല്ലേ പോയിന്റ്? ഈ പോയിന്റിനെ നമ്മൾ 3 സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ 1.52 ആയില്ലേ? അപ്പോൾ 1.52 ഇൻറ്റു ഇങ്ങോട്ടേക്ക് ബാക്കോട്ട് നീക്കുമ്പോൾ 10⁻³ എഴുതണം. എത്ര സ്ഥാനം ബാക്കോട്ട് നീക്കിയോ അത്രയും 10⁻² പറഞ്ഞ് എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഇത് സയൻറ്റിഫിക് നൊട്ടേഷനാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇപ്പോൾ വേറൊന്ന് 0.0000906 ഇതാണ് ഇരിക്കുക. ഇതിന് നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതണം. നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റിന് എത്ര സ്ഥാനം നീക്കിയാൽ 9 പോയിന്റ് ആവും? ഒരു നമ്പർ മാത്രം ഡെസിമലിന് മുമ്പേ ആവും. നോക്കിയേ എത്ര സ്ഥാനം? 1 2 3 4 5. അപ്പോൾ നമ്മൾ ഇതിനെ 9.06 ഇൻറ്റു എത്ര എണ്ണത്? 1 2 3 4 5 അല്ലേ? അപ്പോൾ 10⁻⁻5 എന്ന് എഴുതണം. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷൻ. എന്തിനാണ് ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ ഉപയോഗിക്കുന്നത്? നമുക്ക് മോൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരേ ഉത്തരമാവണം. അപ്പോൾ എന്താ ചെയ്യുക? ഒരു കുട്ടിക്ക് ഇത് കിട്ടി, വേറെ കുട്ടിക്ക് എന്ത് കിട്ടി? പിന്നെ 0.0009 ഇൻറ്റു 10⁻⁻1 കിട്ടി. 906 ഇൻറ്റു 10⁻⁻1 കിട്ടി. ഉത്തരം ശരിയല്ലേ? ഇതും ഉത്തരം ഒരേ ഉത്തരമാണ്. മനസ്സിലായോ? പക്ഷേ എല്ലാവർക്കും ഒരേ ഉത്തരം കിട്ടണം. മനസ്സിലായോ? നമ്മളെന്തിനാണ് ക്ലാസ്സിൽ യൂണിഫോം ഉപയോഗിക്കുന്നത്? എല്ലാവരും ഒരേപോലെ കാണാനല്ലേ? അല്ലേ? അപ്പോൾ ഇതാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ. ക്ലിയർ ആയില്ലത്? അപ്പം ഞാനിപ്പോൾ 2-3 നമ്പർ തരാം. അത് സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതാൻ പറ്റുമോ? ഓക്കെ. ഇപ്പോൾ 26173 ഇതാണ് നമ്പർ എഴുതുക. 0.2 ഇതാണ് നമ്പർ എഴുതുക. ഇതെങ്ങനെ നിങ്ങൾ സയൻറ്റിഫിക് നൊട്ടേഷൻ? ഇപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷൻ മാത്രമേ ഉള്ളൂ, റൗണ്ടിങ് ഓഫ് അടുത്ത് ഞാൻ പറയും. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോയിന്റിനെ പിടിച്ച് എത്ര സ്ഥാനം ഇങ്ങോട്ട് നീക്കുക. എണ്ണി 1 2 3 4. അപ്പോൾ ഉത്തരം പറ. 2.61732 ഇൻറ്റു 10⁻². എത്ര സ്ഥാനം ബാക്കോട്ട് നീക്കിയത്? 1 2 3 4. അപ്പോൾ 4. അപ്പോൾ 10⁻4 കിട്ടിയോ? ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പം 10 ആണെന്നിരിക്കാം സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതുമ്പോഴോ? 1.0 ഇൻറ്റു 10⁻1 കിട്ടിയോ? ക്ലിയർ ആയോ? ഇനി ഏത് വന്നാലും എഴുതാനാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ 0.0935 എങ്ങനെ സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതും? പെട്ടെന്ന് പറഞ്ഞേ. ഇതിന് എത്ര സ്ഥാനം വലത്തോട്ടിരിക്കണം? ഒരു സ്ഥാനം. അപ്പോൾ ഉത്തരം പറഞ്ഞേ 9.35 ഇൻറ്റു 10⁻⁻1 കേട്ടോ. ഏത് പരീക്ഷക്കായാലും ഏത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഏത് പഠിക്കുമ്പോഴും സയൻറ്റിഫിക് നൊട്ടേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി അടുത്തല്ല ശ്രദ്ധിക്കുക, ആക്യുറസി ആൻഡ് പ്രിസിഷനാണ്. ഇത് ഫിസിക്സിൽ നിങ്ങൾക്ക് വേറെ ഒരു സെക്ഷൻ പഠിക്കാനില്ലാണ്, പക്ഷേ കെമിസ്ട്രിയിൽ ഈ വാക്കുകൾ ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഇത് പറയുന്നതാണ്. ഓക്കെ, പ്രിസിഷൻ ഉദ്ദേശിക്കുന്നത് ക്ലോസ്നെസ് ഓഫ് ദി വേരിയസ് മെഷർമെൻറ്റ്സ്. എന്താണ്? ക്ലോസ്നെസ് ഓഫ് ദി വേരിയസ് മെഷർമെൻറ്റ്സ് ഫോർ ദി സെയിം ക്വാണ്ടിറ്റി. ഇപ്പം നമ്മളൊരു പരീക്ഷണം ചെയ്യുന്നു. എന്താണ്? ഒരു പരീക്ഷണം ചെയ്യുന്നു. ഒരു കുട്ടിക്ക് പരീക്ഷണം ചെയ്തപ്പോൾ 21.2 ml കിട്ടിയത്. ഒരു റിസൾട്ട് ഒരു പരീക്ഷണം ചെയ്തപ്പോൾ എത്ര മില്ലിലിറ്റർ വേണം ഇതുമായിട്ട് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വേണ്ടി എന്നത് ചെയ്തു. അപ്പോൾ 21.2 കിട്ടി. മനസ്സിലായോ?
ഇതേ പരീക്ഷണം മറ്റൊരു കുട്ടി ചെയ്തപ്പോൾ 21.6 കിട്ടി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കുട്ടികളും ചെയ്ത റിസൾട്ട് ആക്യുറേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ആക്യുറസി ഇല്ല, പക്ഷേ അടുത്ത് ക്ലോസ് ആണ്. 21.2 അടുത്തല്ല 21.6, അപ്പോൾ ക്ലോസ് ആണ്. മനസ്സിലായോ? 21.5 എഴുതാം, എന്നാലും കുറച്ചുകൂടെ പ്രിസൈസ് ആവുമല്ലോ, കേട്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് പ്രിസൈസ് ആണ്, പക്ഷെ എന്തല്ല, ആക്യുറേറ്റ് അല്ല. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഇനി അടുത്തത് മറ്റൊരു പരീക്ഷണം ചെയ്തപ്പോൾ കിട്ടിയത്, പിന്നെ വേറൊരു പരീക്ഷണം ചെയ്തപ്പോൾ എന്തെങ്കിലും മെഷർ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഒരാൾ കിട്ടിയത് 9.1 ആണ്, 9.1. മറ്റൊരാൾ കിട്ടിയത് 9. ഇത് 9.2 ആയിക്കോട്ടെ. മറ്റൊരാൾ കിട്ടിയത് 9.4 ആണ്, 9.4 ആണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 9.2 കിട്ടി, പിന്നെയോ 9.4 കിട്ടി. അപ്പോൾ ഈ റിസൾട്ട് എന്താണ്? ഈ റിസൾട്ടും എന്താണ്? പ്രിസൈസ് ആണ്, പക്ഷെ എന്തല്ല, ആക്യുറേറ്റ് അല്ല. എന്നാൽ ഒരാൾ കിട്ടിയത് 1.99, വേറെ പരീക്ഷണത്തിൽ കിട്ടിയത് 2.1 കിട്ടി. മനസ്സിലായോ? ഇതിൻ്റെ ആവറേജ് നമ്മൾ എടുക്കും. ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 9.3 അല്ലേ കിട്ടല്? ഓക്കെ, ഇതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ എത്ര കിട്ടും? പറയാം 2.9 യെസ് അല്ലേ? 4.09 കിട്ടുക. അത് ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 0.9 കിട്ടും. അപ്പോൾ ഡിവൈഡ് ബൈ 2.0 പിന്നെ 0.45 അല്ലേ? 2.045 കിട്ടിയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1.99ഉം 2.1ഉം വളരെ അടുത്തായി, ക്ലോസ് ആണ്. അതോടൊപ്പം എന്താണ്, ഏതാണ്ട് ആക്യുറേറ്റും ആണ്. ആവറേജ് 2.045 ലിറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് എന്താണ്? ഒരാൾക്ക് കിട്ടിയത് 1.99, മറ്റേ കിട്ടിയത് 2.1. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് എന്താണ്? ആക്യുറേറ്റും ആണ്, അതോടൊപ്പം എന്ത്, പ്രിസൈസും ആണ്. മനസ്സിലായോ? ആക്യുറേറ്റും ആണ്, പ്രിസൈസും ആണ്. മനസ്സിലായോ? ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ 1.99ഉം 2.1 തമ്മിൽ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത് ആക്യുറേറ്റുമായി, പ്രിസൈസുമായി. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ അതിൻ്റെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പിന്നെ ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുള്ളത്. വാട്ട് ഈസ് പ്രിസിഷൻ എന്ന് പറയുന്നത്? ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെൻറ്റ്സ് ഫോർ ദി സെയിം ക്വാണ്ടിറ്റി. ഈ പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മിച്ചാൽ മതി, എത്ര വേണ്ടു? ആൻഡ് വാട്ട് ഈസ് ആക്യുറസി? എഗ്രിമെൻറ്റ് ഓഫ് പർട്ടിക്കുലർ വാല്യൂ ടു ദി ട്രൂ വാല്യൂ ഓഫ് ദി റിസൾട്ട്. എഗ്രിമെൻറ്റ് ഓഫ് പർട്ടിക്കുലർ വാല്യൂ ടു ദി ട്രൂ വാല്യൂ ഓഫ് ദി റിസൾട്ട്. പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ സത്യമായ ആ വാല്യൂ ആണ്. ശരിക്കും ഇത് രണ്ടും അടുത്തടുത്തല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ ആക്യുറസി എന്താണ്, പ്രിസിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. കൂടുതൽ ഡീറ്റെയിൽസ് ഫിസിക്സിലാണ് പഠിക്കാനുള്ളത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനുണ്ട് ഫിസിക്സിൽ, കേട്ടോ.